നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിലെ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് തുലാക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ തുലാക്കൂറുകാർക്ക് ഈ വരുന്ന മാസം ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 10-ലാണ്. അതിനുശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെയാണ് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 17-ാം തീയതി വരെ തൊഴിൽ സംബന്ധമായിട്ട്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെയും സൂചിപ്പിക്കാം. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 11-ൽ നിൽക്കുമ്പോൾ 10-ൽ നിൽക്കുന്നതായിട്ട് പറയുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തേക്കാൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 11-ലേക്ക് വരുമ്പോൾ കർമ്മസിദ്ധി വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ശുഭകർമ്മ ഫലം വന്നു ചേരുക. നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വിധേയന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനും ശമനം വന്നു ചേരുന്ന ഒരു നല്ലൊരു കാലയളവിനെയാണ് 11-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും പ്രൊമോഷൻ ലഭിക്കുവാനായിട്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 25-ാം തീയതി വരെ ചൊവ്വ 8-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുന്ന ചൊവ്വയും 9-ൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 25-ാം തീയതി വരെ ചൊവ്വ 8-ൽ നിൽക്കുമ്പോൾ വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 25-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോഴും കാര്യപരാജയം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ, പലവിധ വ്യാധികൾ, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. അപ്പോൾ 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ടുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 3, 6, 10, 11 ഈ 4 ഭാവങ്ങളിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ചൊവ്വയെ കൊണ്ട് ചന്ദ്രൻ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ. 22-ാം തീയതി വരെ ബുധൻ 11-ലാണ്. അതിനുശേഷം ബുധൻ 12-ലേക്കല്ല വരുന്നത്. ബുധന് വക്രഗതിയാണ്, അതായത് പുറകോട്ടാണ് സഞ്ചാരം. 10-ലേക്കാണ് വരുന്നത്. 22-ാം തീയതി വരെ 11-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടും 22-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്നതായിട്ടുള്ള ആ ബുധനെ കൊണ്ടും തുലാക്കൂറുകാർക്ക് നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 22-ാം തീയതി വരെ 11-ൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക, നിപുണത വന്നു ചേരുക, കാര്യസിദ്ധി വന്നു ചേരുക. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക. ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കാരണം വാക് സാമർഥ്യം ഉണ്ടല്ലോ. 10-ലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ധനപരമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക. ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ലഭിക്കുക, സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക. 10-ൽ നിൽക്കുന്ന ബുധനും തുലാക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും മോശഫലത്തെ തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് 8-ൽ നിൽക്കുന്ന വ്യാഴമാണ്. 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഇതുവരെ നമ്മൾ അനുഭവിക്കാൻ ഇടമില്ലാത്ത പലവിധ ദുഃഖങ്ങളും വന്നു ചേരുക, ദുരിതങ്ങളും വന്നു ചേരുക. ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചന്ദ്രൻ ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കാനിട വരും, മോശഫലത്തെയും സൂചിപ്പിക്കാനിട വരും. അപ്പോൾ ആ മോശഫലത്തെ തിരിച്ചറിയുക, നല്ല ഫലത്തെയും തിരിച്ചറിയുക. മോശഫലത്തെ തിരിച്ചറിഞ്ഞ്
നമ്മുടെ നാമജപാദികളും ഈശ്വര സേവകളും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. 8-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ ഈ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു ദുരിതങ്ങളും നമ്മളിലേക്ക് ഒരു പരിധിവരെ വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നാമസങ്കീർത്തനം എസ്സിയ സർവ്വ പാപത്ര നാശനം. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്നൊന്നും വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം. 25-ാം തീയതി വരെ ശുക്രൻ 11-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 12-ലേക്ക് വരും. 11-ൽ നിന്ന് കഴിഞ്ഞാലും 12-ൽ നിന്ന് കഴിഞ്ഞാലും ശുക്രനെ കൊണ്ട് തുലാക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് 25-ാം തീയതി വരെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക, കുടുംബസുഖം അനുഭവിക്കാനിട വരിക. 12-ലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കുറച്ചു കാലമായിട്ട് ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുക. ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.